आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया। सरकार की आमद मरहबा, दिलदार की आमद मरहबा, हुजूर की आमद मरहबा, नूर की आमद मरहबा, आका की आमद मरहबा, सब मिलकर बोलो मरहबा। आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहु। अल्हम्दुलिल्लाहि रब्बिल आलमीन, वस्सलातु वस्सलामु अला अशरफिल मखलूकीन व आलि कुल्लिन वस्सहाबति अजमईन, अम्मा बअद। नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व नशहदु अन्न सय्यदना व मौलाना मुहम्मदन सल्लल्लाहु अलैहि वसल्लम अब्दुहु व रसूलुहु अरसलहु बिलहुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून, अम्मा बअद। बिस्मिल्लाहि अज़ीमिल क़ुदरति व शान शदीदिल बत्शि वल बुरहान, हाफ़िज़ुद्दीन वल क़ुरआन। बिस्मिल्लाहि मा शा अल्लाहु कान, बिस्मिल्लाहि मा शा अल्लाहु कान, बिस्मिल्लाहि मा शा अल्लाहु कान, वमा लम यशअ लम यकुन वला हौला वला कुव्वता इल्ला बिल्लाहिल अलिय्यिल अज़ीम। इन उरीदु इल्लल इस्लाह मस्ततअतु वमा तौफ़ीक़ी इल्ला बिल्लाह, अलैहि तवक्कलतु व इलैहि उनीब। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। इन्ना अअतैनाकल कौसर फसल्लि लिरब्बिक वन्हर, इन्न शानियक हुवल अबतर। सदक़ल्लाहु मौलानल अज़ीम। सद्दक़ व बल्लग़ रसूलुहुन नबियुल करीम। नहनु अला ज़ालिका मिनश शाहिदीन शाकिरीन, वल्हम्दुलिल्लाहि रब्बिल आलमीन। वक़ाल रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लम, ला युमिनु अहदुकुम हत्ता अकून अहब्बा इलैहि मिन वालिदिही व वुल्दिही वन्नासि अजमईन। अय्ज़न वक़ाल अन्नबिय्यु सल्लल्लाहु अलैहि वसल्लम, मन ज़ारनी मुतअम्मिदन कान मई फिल जन्नह। सदक़ रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लम। या खैर मन दुफिनत बिल्क़ाइ अअलमुहु फताब मिन तीबिहिन्नल काउ वल अकमु। नफ़्सी फ़िदाउन लिक़ब्रिन अन्त साकिनुहु फ़ीहिल अफ़ाफ़ु व फ़ीहिल जूदु वल करमु। अंत शफ़ीउल्लज़ी तुरजा शफ़ाअतुहु अला सिरात इज़ा मा ज़ल्लतिल क़दमु। वसाहिबाक फला अंसाहुमा अबदन
മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വലംതു സുന്നത മൻ അഹിയൽ വലാമ ഇലാ അനിസ്തഖത് ഖദമാഹുൽ ളുർറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും ബഹുമാനമുള്ള മുസ്ലിം ഐക്യസംഘം എന്ന ഈ മഹത്തായ കൂട്ടായ്മയുടെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മഹത്തായ പ്രഭാഷണ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനമുള്ള അധ്യക്ഷരെ, എന്റെ പ്രിയങ്കരനായ സുഹൃത്തും ഖാദിസിയയുടെ തലവനും കേരളത്തിലെ മതപ്രഭാഷണ രംഗത്തെ അതികായകനുമായ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി അവർകൾ, വേദിയിലിരിക്കുന്ന ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഏറ്റവും ബഹുമാനമുള്ള സഹോദരിമാർ, ഈ മഹത്തായ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ഇതര മത സഹോദരങ്ങൾ, ബഹുമാനമുള്ളവരെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ മറ. രാജസയ്യിദായ അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പങ്കുവെക്കലും കാണലും പറയലും ശ്രവിക്കലുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട യഥാർത്ഥ അഅ്മാലുകളിൽ ഉൾപ്പെടുത്തുകയും ഈ സദസ്സ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയായി അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. വളരെ വൈകിപ്പോയിട്ടുണ്ട്, മനഃപൂർവമല്ല. നമുക്കറിയാം, ഇതുപോലത്തെ ധാരാളം പ്രഭാഷണങ്ങളുടെ തിരക്ക് പിടിച്ച സമയമാണിപ്പോൾ. ഇന്നലെ വളരെ അകലെയായിരുന്നു പ്രഭാഷണം. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. നാം ഉദ്ദേശിച്ച സമയത്ത് അവിടുന്ന് പുറപ്പെടാൻ പറ്റൂല. മാത്രമല്ല, യാത്രയിൽ ചിലപ്പോഴൊക്കെ വൈകലുണ്ടാവാം. അസ്സഫറു ഖിതഉം മിനന്നാർ. യാത്ര നരകത്തിന്റെ ഒരു സെക്ഷനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു വിഷമം ആണ് യാത്ര. അതുകൊണ്ടാണ് യാത്രയിലുണ്ടാകുന്ന ആപത്തിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലിനെ ചോദിച്ചു. അപ്പോ സ്വാഭാവികമാണ്, ക്ഷമിച്ചിരിക്കുന്ന നിങ്ങളോട് ക്ഷമിക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു അർഹമായ പ്രതിഫലം നിങ്ങൾക്കും എനിക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. ബഹുമാനമുള്ളവരെ, നബിദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മതപ്രഭാഷണം തീർച്ചയായും ഏറ്റവും അധികം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ലോകത്തിലുള്ള മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിൽ പിശുക്ക് കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ആ വിഷയത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിമർശനത്തിന്റെ കാതലായ ഭാഗം. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം സംജാതമാകുമ്പോൾ ദാനധർമ്മങ്ങളും അവിടുത്തെ പ്രകീർത്തനങ്ങളും മദ്ഹുകളും മൗലിദുകളും സദസ്സുകളും സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഒരളവോളം ആരാണ് നമ്മുടെ പ്രവാചകൻ,
പ്രവാചകന്റെ ദർശനവും ആദർശവും എന്തായിരുന്നു എന്ന് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഇത്തരം വേദികളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ തീർച്ചയായും ഇസ്ലാമിക പ്രവർത്തന രംഗത്തെ ഏറ്റവും വിലപ്പെട്ട സംഭാവനയാണ്. ഇസ്ലാമിക പ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ് സഹോദരന്മാരെ? ജിഹാദാണോ? അല്ല. യുദ്ധമാണോ? അല്ല. ഇസ്ലാമിക പ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയ പ്രവർത്തനം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ അത് സതുപദേശമാണ്, വഅല് പറയലാണ്. ജനങ്ങൾക്ക് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം മതം. നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി കാണാം. ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 2 ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആവട്ടെ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ആവട്ടെ, ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം ആവട്ടെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാവട്ടെ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട സമയം അവർ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാം ഒരു വേള പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ, യുദ്ധത്തിന് വേണ്ടിയല്ല, സംഘട്ടനങ്ങൾക്ക് വേണ്ടിയല്ല, സമരങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെയും പ്രവാചകന്മാരുടെയും ഏറ്റവും വിലപ്പെട്ട സമയം അവർ നീക്കിവെച്ചത് ജനങ്ങൾക്ക് വിവരമുണ്ടാക്കി കൊടുക്കുന്നതിലാണ്, അറിവ് പകർന്നു കൊടുക്കുന്നതിലാണ്, സതുപദേശം ചെയ്തു കൊടുക്കുന്നതിലാണ്, വഅദ് പറയുന്നതിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ അത് സതുപദേശമാണ്. ഈ ഉപദേശം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ അറിവുണ്ടാവുക എന്നുള്ള ഈ സംരംഭം നിസ്കാരത്തിനേക്കാൾ, മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളത് വിദ്യാഭ്യാസം നേടലാണെന്ന് പറയുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം, ഒരു വ്യക്തി രാത്രി മുഴുവൻ കാരണമില്ലാത്ത നിലക്ക് നിസ്കരിക്കുന്ന മുത്തലക്കായ സുന്നത്ത് എന്ന് പറയുന്ന സുന്നത്ത് നിസ്കരിക്കുന്നു 1000 റക്അത്ത്. വേറെ ഒരു വ്യക്തി രാത്രിയുടെ 1 മണിക്കൂർ സമയം അറിവ് സമ്പാദിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. രണ്ടുപേരുടെയും സമയത്തിന്റെ ഈ വിനിയോഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ രാത്രി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനായ നിസ്കാരക്കാരനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വിദ്യാഭ്യാസം നൽകുകയോ അത് പഠിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. വളരെ വ്യക്തമാണല്ലോ സഹോദരന്മാരെ, വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കൊടുത്ത മതമാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അറിവാൻ. അറിവില്ലാത്ത മുസ്ലിമിനെ ശബത്തിനോട് ഉപമിക്കുകയാണത്. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. ആ അറിവ് നേടാൻ ലോകത്ത് എവിടെ പോകുന്നതിനും ആരുടെ അടുത്ത് പോകുന്നതിനും എവരിൽ നിന്ന് നേടുന്നതിനും ഏത് രാഷ്ട്രത്തിൽ സഞ്ചരിക്കുന്നതിനും ഇസ്ലാം എതിർപ്പ് നിൽക്കുന്നില്ല. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് യാത്ര കൊണ്ട് വളരെ വിഷമം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് ചൈന. സൗദി അറേബ്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്താൽ പിന്നെ കപ്പൽ തിരിച്ചു റിട്ടേൺ വരാറില്ല. അങ്ങനത്തെ യാത്ര സുരക്ഷിതത്വമല്ലാത്ത ചൈനയിലേക്കാണ്. അവിടെയാണ് വിദ്യ നൽകുന്നതെങ്കിൽ കിടക്കുന്നതെങ്കിൽ അവിടെ പോയി നിങ്ങൾ വിദ്യ നേടാൻ വേണ്ടി ആ ചൈനയിൽ പോയിട്ടായാലും വിദ്യ നേടണമെന്ന് പഠിപ്പിച്ച നേതാവ്
ലോകത്തൊന്നേയുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവുണ്ടാക്കുക, ആ അറിവ് സമ്പാദിക്കുക എന്നുള്ള മാർഗത്തിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാല് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഐക്യവേദിയുടെ ആളുകൾ ഒരു മറയ്ക്ക് കൊടുത്ത് സ്ത്രീകൾ എവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇത്തരം വേദികൾ, ഇങ്ങനത്തെ മറ്റ് സ്ഥലങ്ങൾ വേദികളിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാറില്ല. അതേ സമയത്ത് എന്തെന്ത് പ്രയാസങ്ങളുണ്ടായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും ഈക്വലാണ് ഇസ്ലാം മതം. വിവരം നേടുന്നതിന് പെണ്ണിന് ഇസ്ലാം തടസ്സം നിന്നിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പാണ്ഡിത്യം വളരെ വ്യക്തമാണ്. ഇമാം ബുഖാരി നോക്കിയാൽ കാണാം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവളാണ് പണ്ഡിത, ഇവളാണ് പണ്ഡിത. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ. 2500ഓളം വരുന്ന ഹദീസുകൾ അതിന്റെ സനദടക്കം റിപ്പോർട്ട് ചെയ്ത ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായി തീർന്ന ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിവ് പഠിച്ച വനിതയായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നതിന് ആ സ്ത്രീക്കും തടസ്സമില്ല. അറിവുണ്ടാക്കുന്നതിന് ഇസ്ലാം മതം ആർക്കും എതിരല്ല. വിദ്യാഭ്യാസമാണ് ഇസ്ലാമിന്റെ ജീവൻ, അത് പങ്കുവെക്കലാണ് ഇസ്ലാമിക പ്രവർത്തനം. ഇന്ന് ലോകത്താകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ കടന്നു വരുന്നത് കുറെ യുദ്ധങ്ങളുടെയും കുറെ ഭീകരതയുടെയും തീവ്രതയുടെയൊക്കെ പട്ടികയാണ് അല്ലേ? നമ്മളൊക്കെ കേട്ട് 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 തഴമ്പിച്ചു പോയ കാര്യമാണ്. പ്രവാചകൻ ഭീകരനാണ്, കലാപകാരിയാണ്, യുദ്ധം കൊണ്ട് നേടിയതാണ് ഇസ്ലാം, വാളുകൊണ്ട് നേടിയതാണ് ഇസ്ലാം അല്ലേ? പലപ്പോഴും നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ചു പോയിരിക്കുന്നു. നാം കേൾക്കുന്നതിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വലിയ വലിയ ആളുകൾ വരെ അങ്ങനെ മനസ്സിലാക്കി വെച്ചു പോയതിലാണ് നമുക്ക് ഖേദമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കലാപകാരി എന്ന് ലേഖനമേതിയ വലിയൊരു മലയാള സാഹിത്യകാരൻ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കൊതിയനാണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഒരുപാട് സമൂഹത്തിലെ വലിയ വലിയ ആദരവുള്ള ആളുകളുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരിലേക്ക് കടന്നു വരുന്നില്ല. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചവർ മനസ്സിലാക്കിയില്ല, ഇസ്ലാം മതത്തെ സംബന്ധിച്ചവർ ഗ്രഹിച്ചില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം മതം സാധാരണ മതം പോലത്തെ ഒരു മതമല്ല എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. അത് തന്നെയാ സത്യം. എന്തുകൊണ്ട്? ഇസ്ലാം മതം അള്ളാഹുവിന്റെ മതമാണ്. ഇസ്ലാം മതത്തിലുള്ള ഓരോ കൽപ്പനകളും അള്ളാഹുവിന്റേതാണ്. ഇസ്ലാം മതം അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, നിയമമാണ്, നിരോധനങ്ങളാണ്, കൽപ്പനകളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധങ്ങളും ബുദ്ധിയുമല്ലാത്ത ഒരൊറ്റ കാര്യം ഇസ്ലാം മതത്തിലില്ല. എത്രത്തോളം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഒരു കാര്യം ഇസ്ലാം മതത്തിൽ പറയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. മുഹമ്മദ് നബിയേ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യം ഇസ്ലാം മതത്തിൽ പറയാൻ പാടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിച്ചിട്ടല്ലാതെ സ്വന്തമായി ഒരു കാര്യം പറയാനുള്ള അനുമതി പ്രവാചകരായ മുഹമ്മദ് നബിക്കില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറഞ്ഞതാവട്ടെ, ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുത്തതാവട്ടെ, ഒരു കാര്യത്തിൽ മൗനം പാലിച്ചതാവട്ടെ, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കൊണ്ടല്ലാതെ ഒരു കാര്യം സ്വന്തമായി പറയാൻ മുഹമ്മദ് നബിക്ക് അനുവാദമില്ലെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. അപ്പൊ ഇസ്ലാം മതം അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്, അള്ളാഹുവിന്റെ നിരോധനങ്ങളാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങളാണ്. ആ അള്ളാഹുവിന്റെ ബുദ്ധിയെ മനുഷ്യരായ നമ്മുടെ ബുദ്ധി കൊണ്ട് വിമർശിക്കാനും മാറ്റിവെക്കാനും ഉറച്ചു നോക്കാനും തയ്യാറായപ്പോഴാണ് ഇസ്ലാമിനോടുള്ള തെറ്റിദ്ധാരണ വർദ്ധിച്ചു വന്നത്. അള്ളാഹുവിന്റെ ബുദ്ധിയും നമ്മുടെ ബുദ്ധിയും സമാണോ? ആണോ? അല്ലല്ലോ.
അള്ളാഹുടെ ബുദ്ധി നമ്മുടെ ബുദ്ധിയിൽ സമാണോ? നോ. 2, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നു സാധാരണ മനുഷ്യനല്ല. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. നബിയേ, ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. പ്രഥമദൃഷ്ടിയ എനിക്ക് വികാരമുണ്ട്, എനിക്ക് മജ്ജയുണ്ട്, എനിക്ക് മാംസമുണ്ട്, എനിക്ക് ബ്ലഡുണ്ട്, എനിക്ക് അവയവങ്ങളുണ്ട്. അങ്ങനത്തെ സാധാരണയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നിങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യനല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് വരുന്നുണ്ട്, ദിവ്യ സന്ദേശം ലഭിക്കുന്നുണ്ട്. ദിവ്യ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, നമ്മളെ പോലത്തെ മനുഷ്യനല്ല. ദിവ്യ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യം മുസ്ലിങ്ങളായ നമ്മളും അമുസ്ലിങ്ങളായി ശബ്ദം കേൾക്കുന്നവരും മനസ്സിലാക്കണം. ഏത് 2 കാര്യം? ഒന്ന്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, സാധാരണ മനുഷ്യനല്ല. 2, ഇസ്ലാം മതം അല്ലാഹുവിന്റെ ബുദ്ധിയാണ്. അല്ലാഹുവിന്റെ ബുദ്ധിയെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചാലഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ബുദ്ധിയെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വിമർശിച്ചിടത്തൊക്കെ അബദ്ധങ്ങളുടെ കൂമ്പാരം പറ്റിപ്പോയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിൽ ഒരാവർത്തി നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം. വിശുദ്ധ ഖുർആനിൽ റമദാൻ മാസത്തിനെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. റമദാൻ മാസത്തിൽ എപ്പോഴാണ് നമ്മൾ നോമ്പിന് അത്താഴം കഴിക്കുക? നോമ്പ് തുടങ്ങൽ എപ്പോഴാ? എവിടം മുതൽ എവിടം വരെയാണ് നോമ്പ് തുടങ്ങേണ്ടത്? അന്ന് ഇന്നത്തെ കാലത്തെ പോലെ സമയമൊന്നുമില്ലല്ലോ. 4:30 മണി മുതൽ 6:10 വരെ നോമ്പ് എന്ന് പറയാൻ അന്ന് സമയമില്ലല്ലോ, ഗഡിയില്ല, വാച്ചില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എക്കാലത്തും നിലനിൽക്കാവുന്ന ഒരു സമയനിർണയം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അറിയിച്ചു. എന്താണ് ഖുർആനിൽ അള്ളാഹു തആല പറയുന്നത്? കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ വേർപെട്ട് കഴിയുമ്പോൾ അവിടം മുതൽ നിങ്ങൾ നോമ്പുകാരാവണം. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപ്പെടുമ്പോൾ ഹൈത്തുൽ അബിയൽ, ഹൈത്തുൽ അസ്വദ് എന്ന 2 പ്രയോഗ ഖുർആനിൽ കാണാം. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപിരിയുമ്പോൾ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നവരാകണം. അതുവരെ രാത്രികാലത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, ഭാര്യമാരോടൊന്നിട്ട് സുഖിക്കാം, നിങ്ങൾക്ക് നോമ്പുകാരന് നിഷിദ്ധമായ എല്ലാ കാര്യവും അനുവദനീയമാണ്. ഏതുവരെ? കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപിരിയുന്ന സമയം വരെ. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപിരിഞ്ഞാലോ പിന്നെ അന്നപാനീയ സുഖഭോഗങ്ങളൊക്കെ നിഷിദ്ധമാണ്. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ അറബി ഭാഷ നല്ലോണം അറിയുന്ന സഹാബത്ത്, അറബി സാഹിത്യകാരന്മാരായ സഹാബത്ത്, അറബി ശരിക്കും അറിയുന്ന സഹാബത്ത് ഈ ആയത്തിറങ്ങിയപ്പോ രാത്രികാലത്ത് ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ച് കറുത്ത നൂലും വെളുത്ത നൂലും കയ്യിലെടുത്തു. കറുത്ത നൂലും വെളുത്ത നൂലും കൂടി അവർ മിക്സാക്കി കൂട്ടിക്കെട്ടി. ഉറങ്ങാൻ കിടക്കുമ്പോ തലയിണയുടെ അടിയിൽ കറുത്ത നൂലും വെളുത്ത നൂലും കൊണ്ടുപോയി വെച്ചു. സുബ്ഹാനല്ലാഹ്, നേരം പാതിരാത്രിയായി. തലയണയൊന്ന് പൊക്കി നോക്കി, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ വേർതിരിഞ്ഞിട്ടില്ല. നേരം സുബഹിയുടെ ബാങ്ക് വിളിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. മദീനയുടെ മണൽത്തരികൾ പ്രകമ്പനം കൊള്ളിക്കുന്ന ബിലാലിന്റെ ബാങ്കിന്റെ ധ്വനികൾ വിളിച്ചപ്പോഴാണ് സ്വഹാബത്ത് എഴുന്നേറ്റ് നോക്കുന്നത്. സുബഹിയായല്ലോ. വേഗം തന്നെ കറുത്ത നൂലും വെളുത്ത നൂലും എടുത്ത് നോക്കുമ്പോ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർതിരിഞ്ഞിട്ടില്ല. നേരം വെളുത്ത് നിസ്കാരം കഴിഞ്ഞു. ഈ നൂലിന്റെ കെട്ടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കയറി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഖുർആനിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കറുത്ത നൂല് വെളുത്ത നൂലിൽ നിന്ന് വേർതിരിയുമ്പോൾ നിങ്ങൾ നോമ്പുകാരാകുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോ കറുത്ത നൂലും വെളുത്ത നൂലും കൊണ്ടുപോയി വെച്ചുവിട്ടു. സുബഹിയുടെ ബാങ്ക് കേട്ട് നോക്കുമ്പോഴും കറുത്ത നൂലും വെളുത്ത നൂലും കെട്ടിപ്പറഞ്ഞു കിടക്കുക തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആ സമയത്ത്
അറബി ഭാഷയിൽ ജനിച്ചുപോയ സ്വഹാബത്തിലേക്ക് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന സ്വഹാബത്ത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ നിയമമാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കഴിവാണ്. ആ അള്ളാഹുവിന്റെ കഴിവിനെ മനുഷ്യന്റെ കഴിവ് കൊണ്ട് മേച്ചാൽ ഇതുപോലെ അബദ്ധം സംഭവിക്കും. കറുത്ത നൂൽ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം രാത്രിയാണ്. വെളുത്ത നൂൽ എന്ന് പറഞ്ഞാൽ ഫജ്ർ സാദിഖ് എന്ന് പറയുന്ന സുപ്രഭാതം പൊട്ടിവിടലാണ്. അപ്പൊ രാത്രിയിൽ നിന്ന് പ്രഭാതം പൊട്ടിവിടർന്നാൽ ഫജ്ർ സാദിഖ് വെളിവായാൽ പിന്നെ നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കുക, നോമ്പുകാരായി അന്നപാനീയ സുഖം പാടില്ല. കണ്ട, സഹാബത്തിന് അബദ്ധമടഞ്ഞു പോയി. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യരായ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചാലഞ്ച് ചെയ്തപ്പോഴാണ് സൽമാൻ റുഷ്ദിയും തസ്ലീമാ നസറും പഴിച്ചുപോയത്. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് തെറ്റാണെന്ന് പറയാൻ തസ്ലീമക്ക് സാധിച്ചോ? 6666 ആയത്തിൽ ഇതാ ഇന്ന ആയത്തിനേക്കാൾ കൗസർ, അത് റോങ് ആണെന്ന് പറയാൻ തെളിവോടുകൂടെ തസ്ലീമക്ക് സാധിച്ചോ? സൽമാൻ റുഷ്ദിക്ക് സാധിച്ചോ? നോ. ഖുർആൻ മാറ്റണം. തസ്ലീമയുടെ വാദം എന്തായിരുന്നു? ഖുർആൻ കാലഹരണപ്പെട്ടുപോയി. 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ കാലഹരണപ്പെട്ടുപോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴഞ്ചനാൻ. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ആശയത്തിലൂടെ നിലനിൽപ്പില്ല. ഇതൊരു കാടടച്ച് വെടിവെക്കലല്ലേ ചെയ്തു പോയത് പ്രിയപ്പെട്ടവര്? വാസ്തവത്തിൽ എവിടെയാണ് അവരുടെ കയ്യിൽ തെളിവുള്ളത്? ഇസ്ലാമിന്റെ ഏത് നിയമമാണ് കാലഹരണപ്പെട്ടുപോയത്? ഈ ഖുർആനിലെ ഏത് ഹദീസാണ് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? നിരവധി ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരാം. നോക്ക്, നിങ്ങൾ ഒരായത്ത് തെറ്റാണ് എന്ന് സാഹിത്യത്തിന്റെ വെളിച്ചത്തിലായാലും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലായാലും പറയാൻ പറ്റൂല. എത്രത്തോളം ബഹുമാനപ്പെട്ട ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാക്ക് കൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് തെറ്റാണെന്ന് തെളിവിന്റെ വെളിച്ചത്തിൽ നമുക്ക് വെല്ലുവിളിയോടെ ചോദിക്കാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആൻ ആദ്യം തന്നെ വെല്ലുവിളിച്ചത് അങ്ങനെയാ. അല്ലാതെ കത്തിയും വാളും കൊടുവാളുമായിട്ട് എതിരാളികളെ തല്ലിക്കൊല്ലാനല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ അള്ളാഹുവിന്റെ നിയമമല്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനല്ല എന്ന് മക്കക്കാർ എതിർപ്പുമായി വന്നപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബിയെ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്ത്? ഖുൽ ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം ഇറക്കി കൊടുക്കുന്ന ഈ ഖുർആനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുക്കുന്ന ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആനല്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലല്ല എന്നും ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലാഹ് പറയുകയാണ് അവർ ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളെ പോയി തല്ലിക്കൊല്ലലല്ല, പള്ളി പൊളിച്ചുകൊണ്ട് ദേശം തീർക്കലല്ല, കലാപം നടത്തിക്കൊണ്ട് മുസ്ലിം ജനസംഖ്യ കുറക്കാൻ നോക്കലല്ല, ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പിന്നോട്ട് ഗമിപ്പിക്കലല്ല. അവർ ചെയ്യേണ്ടത് ഖുർആൻ വെല്ലുവിളിച്ചു പറയാണ്, അവർ കൊണ്ടുവരട്ടെ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ ഖുർആനിലുള്ളതുപോലത്തെ ഒരു സൂറത്ത് അവരെന്ന് കൊണ്ടുവരട്ടെ നബിയെ. നിങ്ങൾ പറഞ്ഞോളൂ. ഖിയാമത്ത് നാൾ വരെയുള്ള, ലോകാവസാനം വരെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവികളെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ആർക്കെങ്കിലും കഴിയോ ഈ ഖുർആനില് 6666 വചനങ്ങളെപ്പോലത്തെ ഒരു വചനം കൊണ്ടുവരാൻ, 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം കൊണ്ടുവരാൻ? അങ്ങനെ കഴിഞ്ഞാൽ ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, വിളിച്ചു പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകനുമല്ല എന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാം. എന്നാൽ 114 കൊല്ലം മുമ്പ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ വെല്ലുവിളി ഉയർത്തിയിട്ട് മൂക്ക് കീപ്പട്ടുള്ള ഒരൊറ്റ ബുദ്ധിജീവിക്കും വിശുദ്ധ ഖുർആനിന് സമാനമായ ഒരായത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇല്ല മോനെ, കഴിഞ്ഞില്ല. വലിയ അഹാരാത്തം പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. ഒരു ലേശം ഒന്ന് കൂട്ടി കൊടുത്താൽ മോനെ, മൈക്കെൻ്റെ ആള് ഒരു ലേശം കൂട്ടി കൊടുത്തു. ആ മൈക്ക് ശബ്ദമില്ലാണ്ടല്ലേ, എനിക്ക് ശബ്ദമില്ലാഞ്ഞിട്ടാ, അവ കൂടുതൽ ശബ്ദമില്ലാന്ന് തോന്നുക, അതുകൊണ്ടാ. 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം അല്ലാഹു തആല പറയുന്ന, നബിയെ
ആർക്കെങ്കിലും ഇസ്ലാമിനോട് ദേഷ്യമുണ്ടോ, മുഹമ്മദ് നബിയോട് വൈരാഗ്യമുണ്ടോ, അവർ ചെയ്യേണ്ടത് സൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ വിശുദ്ധ ഖുർആനിലെ പോലത്തെ ഒരു സൂറത്തൊന്ന് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഒരു ആയത്തൊന്ന് കൊണ്ടുവരട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അതാ വെല്ലുവിളി. ആദർശം കൊണ്ടാണ് മാറ്റിവെക്കേണ്ടത്. അല്ലാതെ ആദർശം പറയുന്നതിന്റെ ചങ്കിൽ കടാര കുത്തി ഇറക്കുകയല്ല വേണ്ടത്, അവന്റെ അടിവയറിലേക്ക് ശൂലം കുത്തി ഇറക്കുകയല്ല വേണ്ടത്. ആദർശം കൊണ്ടാണ് മാറ്റിവെക്കപ്പെടേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളി ഉയർത്തിട്ട് 1400 കൊല്ലം പിന്നിടുമ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ വേദിയിൽ വെച്ച് വീണ്ടും ഈ ഖുർആനിന്റെ വെല്ലുവിളി നമുക്കൊന്ന് ഉയർത്തി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കാം, ലോകത്താരുണ്ട് ഈ വെല്ലുവിളിയെ നേരിടാൻ? ഏത് ബുദ്ധിജീവിയുണ്ട്? ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഇതൊരു ഓപ്പൺ മൈൻഡോട് ചോദിക്കുന്ന സംവാദമാണ്. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല എന്ന് ഖുർആൻ പറയുന്നു. ആദ്യമായി ശ്രമിച്ച ഒരാളുണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അബീ ജഹൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖ്യ ശത്രു, ഇസ്ലാമിന്റെ കഠിന വിരോധി. ഈ ആയത്തിറങ്ങിയപ്പോ അയാൾ മീറ്റിംഗ് വിളിച്ചുകൂട്ടി, മക്കക്കാഫിരിങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി, ബഹുദൈവ വിശ്വാസികളെ. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ ഒരു സുവർണാവസരം. മുഹമ്മദിനെ തറ പറ്റിക്കണം. കാരണം മുഹമ്മദ് ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവന്റെ ഖുർആനിലുള്ള ആയത്തുകളിൽ പോലത്തെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബുദ്ധിജീവികളുണ്ടല്ലോ, അബൂജാഹിൽ പറയാ, നമ്മളെ മക്കത്ത്, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, നദറുബിന്, ഹാരിസ്, ഈ ബുദ്ധിജീവികളാ അക്കാലത്തെ. നമ്മളെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടുക. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി മുഹമ്മദ്, വിവരമില്ലാത്ത മുഹമ്മദിന് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ നമുക്കും പറഞ്ഞൂടെ? അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ ഉണ്ടാക്കുക. അങ്ങനെ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ആരായിരുന്നുവെന്നോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന വിരോധിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയവനുമായ വിശുദ്ധ ഖുർആൻ ശപിച്ചുപോയ അബീ ലഹബ് എന്ന് പറയുന്ന പ്രവാചകന്റെ മൂത്താപ്പയായിരുന്നു. പിതാവിന്റെ ജ്യേഷ്ഠൻ അബീ ലഹബ് റസൂലുള്ളാഹിന്റെ കഠിന ശത്രുവ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, തബ്ബത്ത് യദാ അബീ ലഹബ്, അബീ ലഹബ് നശിച്ചിരിക്കുന്നു, അവനാണ് നാശം എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു നാശം പറഞ്ഞ ആ വ്യക്തിയായ അബീ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ്. അയാളായിരുന്നു യോഗാധ്യക്ഷൻ. അബൂജാഹിൽ യോഗം ഉദ്ഘാടനം ചെയ്തു, അബീ ലഹബ് അധ്യക്ഷം വഹിച്ചു. ആ മീറ്റിംഗ് തീരുമാനിച്ചു, 21 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഖുർആൻ മുഹമ്മദിനെതിരെ ഉണ്ടാക്കണം. ആരെ ചുമതലപ്പെടുത്തി? അബൂജാഹിലിനെ ചുമതലപ്പെടുത്തി. അബൂജാഹിൽ 21 സമിതിയും കൂടി മീറ്റിംഗ് കൂടി. പ്രിയപ്പെട്ടവരെ, 21 ദിവസം കഴിഞ്ഞപ്പോ മക്കായിലെ അബുൽ ഖുബൈസ് മലയുടെ അടിഭാഗത്തേക്ക് മക്കായിലുള്ള സർവ്വജനങ്ങളെയും അബൂജാഹിലും ഉത്ബത്തും ഷൈബത്തും വലീദൊക്കെ ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് അബൂജാഹിൽ പറഞ്ഞു എല്ലാവരോടും, ജനങ്ങള്, മുഹമ്മദിന്റെ ഖുർആനിനെതിരെ ഞങ്ങൾ ഖുർആൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഹമ്മദിന്റെ ഖുർആൻ ചീറ്റിപ്പോയിരിക്കുന്നു. മുഹമ്മദ് പറഞ്ഞത് എന്റെ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്നല്ലേ ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. മുഹമ്മദിന്റെ ഖുർആൻ അല്ലാതെ ഖുർആനൊന്നല്ല, അത് പച്ചക്കല്ലാണ്. മുഹമ്മദ് കള്ളപ്രവാചകനാണ്. അപ്പോ അബീ ലഹബ് അവിടെ മുമ്പിൽ എന്നെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ജന്മശത്രുവാ. മുഹമ്മദ് നബിനെ എവിടൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ അവിടൊക്കെ ഒരുമിച്ച് കൂടി അബീ ലഹബ്. ഭയങ്കര കടുത്ത വൈരാഗ്യ. അതുകൊണ്ട് അബൂ ലഹബ് പറഞ്ഞു, എടാ അബൂജാഹിലെ, നീ കുറെ നേരമായല്ലോ ഈ ഗീർവാൻ അടിച്ചിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇഖ്റ, വായിക്കടാ ഖുർആൻ. അത് കേട്ടപ്പോ അബൂജാഹിൽ അങ്ങ് വായിച്ചു കൊടുത്തു. ഏതായിരുന്നു ആ ഖുർആനെന്നോ? ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അൽഫീലു മൽഫീൽ വമാ ദുറാക മൽഫീൽ ലഹു ദനബുൻ തവീൽ. അബൂജാഹിൽ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് ഖുർആനിന്റെ ഒരു വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അൽഫീലു മൽഫീൽ, ആന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അബൂജാഹിലിന്റെ ഖുർആന. വമാ ദറാക മൽഫീൽ, ആനയെ കണ്ടിട്ടുണ്ടോ? കേരളത്തിലല്ല ചോദിക്കുന്നത്, സൗദി അറേബ്യയില. അവിടുത്തെ ആൾക്കാർ ആനയെ കാട്ടിൽ വളരെ അപൂർവ, ഇവിടെ അല്ല. അൽഫീൽ മൽഫീൽ, ആന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വമാ ദറാക മൽഫീൽ, ആനയെ കണ്ടിട്ടുണ്ടോ? ലഹു ദനബുൻ തവീൽ, ആനക്ക് നീണ്ടൊരു വാലുണ്ട്. ഇതാ ഖുർആൻ. ഇതങ്ങ് ഓതിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവും അബൂജാഹിലിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടുമായ അബീ ലഹബ് എന്ന് പറയുന്ന തമ്മാടി അവിടുന്ന് എഴുന്നേറ്റിട്ട്
അബൂജഹൽ ഇങ്ങനെ ഖുർആൻ ഓതി ചടഞ്ഞു നിൽക്കുക, ഞാൻ വലിയ ആളായി ഇപ്പൊ രക്ഷപ്പെട്ടു വെച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഖുർആനിനെ, അല്ലാഹുവിന്റെ ഖുർആനിനെ ചാലഞ്ച് ചെയ്ത് കൊണ്ടുവന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ കേട്ടപ്പോ അബീ ലഹബ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ അബൂജഹലിന്റെ മുഖത്ത് കൊള്ള നോക്കിയിട്ട് ഒരൊറ്റ തുപ്പ. തബ്ബൻ ലക യാ ജഹൽ അലിഹാദാ ജമഅതനാ. അയാൾ ചോദിക്കുകയാണ്, തബ്ബൻ ലക യാ ജഹൽ അലിഹാദാ ജമഅതനാ. എടാ വൃത്തികെട്ടവനായ ജാഹിലെ, നിനക്ക് അല്ലാന്റെ നാശം ഉണ്ടാവട്ടതാ. ഈ വിവരദോഷം പറയാനാണടാ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. എടാ മുഹമ്മദിന്റെ ഖുർആനിൽ ആനയ്ക്ക് വാലിന് നീട്ടുണ്ട്, ആന പട്ടി പോത്തെന്നല്ല ഖുർആന് മുഹമ്മദ് പറയുന്നത്. മുഹമ്മദിന്റെ ഖുർആൻ എന്താണ്? ഖുർആൻ കലാമുല്ലാഹി ആണെന്നോർക്കണേ. അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. കലാമും ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയ്യതിൻ. മുഹമ്മദ് ഖുർആനിലൂടെ വിളിച്ചു പറയുന്നത് എന്താണ്? വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖദീറു അസീസുൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ദിവസവും സൂറത്ത് യാസീൻ ഓതാറില്ലേ? ആ യാസീൻ സൂറത്തിലുള്ള ഒരായത്താണ് ഈ പരാമർശം. വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തിൽ അവതരിക്കുന്നത് 1400 കൊല്ലം മുമ്പെയാണ്. അന്നിവിടെ സൂര്യൻ ദൈവമാണെന്ന് വിശ്വസിച്ച ജനങ്ങളുണ്ടായിരുന്നു, ചന്ദ്രൻ ദൈവമാണെന്ന് വിശ്വസിച്ച ജനങ്ങളുണ്ടായിരുന്നു, അഗ്നി ദൈവമാണെന്ന് വിശ്വസിച്ച ജനങ്ങളുണ്ടായിരുന്നു. അചേതന സചേതന വസ്തുക്കളൊക്കെ ദൈവമാണെന്ന് അവർക്ക് ആരാധിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വശംസു തജ്രീ, സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്, അത് ദൈവമല്ല. ലിമുസ്തഖറിൻ ലഹാ, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ നടക്കുകയാണ്. വൽഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനും ചലിക്കാൻ ചില റോഡ് വെച്ചിട്ടുണ്ട് നാം. ചന്ദ്രൻ മാത്രമല്ല, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗ്രഹങ്ങളും ചലിക്കുന്നവയാണ്. അതൊന്നും ദൈവമല്ല ജനങ്ങള്, അവർക്കൊന്നും ആരാധനയ്ക്ക് അർഹതയുള്ളതല്ല. ഖുദായി തആലയേക്ക് ദൈവം ഒന്നാകുന്നു, തമ്പുരാൻ ഒന്നാകുന്നു, അല്ലാഹു ഒരുവനാകുന്നു. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖുർആൻ. അബൂജഹലുള്ള ഖുർആൻ അങ്ങ് തൂറ്റിപ്പോയി. പിന്നെ ലോകത്ത് ഖുർആൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുത്തനും കൂടി ഉണ്ടായിട്ടുണ്ട്. ആരാന്നറിയോ? അറിയോ? മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി. ഇസ്ലാം എന്ന ഔട്ടാണ് ആണി. പാകിസ്ഥാനിലെ സാധനം നിരോധിച്ചു. സൗദി അറേബ്യയിൽ അവർക്ക് ഹജ്ജിന് പ്രവേശനമില്ല. ഇറാനിലെ ഈ സാധനം മംനുവാ. മുഹമ്മദ് നബിയുടെ ശേഷം ഒരു നബി ഉണ്ടെന്നത് പറഞ്ഞ പിന്നെ അവനിവിടെ വല്ല സ്ഥാനമുണ്ടോ സുഹൃത്തുക്കളെ? വളരെ വ്യക്തമല്ലേ ഖുർആനും ഹദീസും? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. കണ്ടോ, ഇമാം മുസ്ലിമിന്റെ ഹദീസാ. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമറാൻ. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബിയില്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വളരെ വ്യക്തമാണ് ഹദീസ്. റസൂൽ പറയാണ്, എന്റെ 1.25 ലക്ഷത്തിലധികം വരുന്ന സഹാബാക്കളിൽ വളരെ ബുദ്ധിമാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അതുകൊണ്ട് നബിയാവാനുള്ള സർവ്വയോഗ്യതയും ഉമറിനാണ്. എന്റെ ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമറാണ് വേണ്ടത്. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബിയില്ല, അതുകൊണ്ട് ഉമർ നബിയല്ല. റസൂലുള്ള പറയുന്നു, ഖുർആൻ പറഞ്ഞതോ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആരുടെയും വാപ്പയല്ല, ലോക്കൽ ഗാർഡിയനല്ല. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഖാതിമുൻ നബിയ്യീൻ, അവസാനത്തെ നബിയാണ്. അതാ ഖുർആനും പറയുന്നു റസൂലുള്ള അവസാനത്തെ നബിയാണ്. ഹദീസ് പറയുന്നു റസൂലുള്ള അവസാനത്തെ നബിയാണ്. നബിയുടെ ശേഷം വല്ല നബി ഉണ്ടാകുകയാണെങ്കിൽ അതാരുണ്ടാകുക? ഉമർ ഇബ്നുൽ ഖത്താബ് ആവേണ്ടത്. ഉടനെ റസൂൽ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, ഉമറേ ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബിയില്ലാട്ടോ, അതുകൊണ്ട് നീ നബിയല്ല.
പിന്നെ ഇവിടുന്ന് വന്നു ഖാദിയാനി നബിയാണെന്ന വാദം. ബ്രിട്ടീഷുകാരുടെ കൂടരമായ തന്ത്രം. 20 ജുസുകളോളം കള്ളക്കുർആൻ മെഞ്ഞെടുത്ത കക്ഷിയാണ് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി. കേൾക്കണോ നിങ്ങൾക്ക്? ഖുർആന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അയാൾ ഉണ്ടാക്കിയത്. അയാളുടെ ഹഖീഖത്തുൽ വഹി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഉറുദുല. ആ പുസ്തകം നോക്കിയാൽ കാണാം. അയാൾ എഴുതുന്നു, എനിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു തന്നു. എങ്ങനെ? എന്റെ അടുത്തേക്ക് ടോക്കി എന്ന് പറഞ്ഞൊരു മലക്ക് വന്നു. കണ്ടോ, എല്ലാ അമ്പിയാക്കൾക്കും വഹി കൊടുത്തതാരാണ്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. എന്നാ അഹമ്മദ് ഖാദിയാനി തന്റെ ഹഖീഖത്തുൽ വഹി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു, എനിക്ക് തന്നെ ബഹുമാനാവശ്യാർത്ഥം അല്ലാഹു വേറെ ഒരു മലക്കിനെയാണ് എനിക്ക് ദിവ്യ സന്ദേശത്തിന് പറഞ്ഞയച്ചത്. ആ മലക്കിന്റെ പേര് ടോക്കി എന്നാണ്. മൂപ്പര് ഇംഗ്ലീഷ് മലക്കാണ്. എല്ലാവർക്കും വന്നത് അറബി മലക്കായതുകൊണ്ട് അഹമ്മദ് ഖാദിയാന്റെ അടുത്ത് വന്ന മലക്ക് ടോക്കിയാണ്, ഒരു ഇംഗ്ലീഷ് മലക്കാൻ. കാരണം ഇംഗ്ലീഷുകാരന്റെ ജൽപ്പനമാണല്ലോ ഖാദിയാനീസം. അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് മലക്ക് ടോക്കി വന്നു. എന്നിട്ട് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വന്ന നബിയാണെന്ന് പറയുന്ന മിർസാ ഗുലാം അഹ്മദിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ. ഒരായത്താണത്, മൂപ്പരുണ്ടാക്കിയതാ. ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അതിനൊപ്പിച്ച് പ്ലാസ് ഒപ്പിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ ഖാദിയാനി പടച്ചുണ്ടാക്കി. ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ. ലോക മുസ്ലിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു പോയി. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് ഖാദിയാനി പറഞ്ഞു. അള്ളാഹുവിന്റെ കൈയിന്റെ വണ്ണം 7 ആകാശത്തിന്റെ അത്രയെന്നാണ് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി പറഞ്ഞത്. മൂപ്പര് മിറാജിന് പോയല്ലോ. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക മുഅ്ജിസത്ത് എന്താ മോനെ? മിറാജ് അല്ലേ? മിറാജിനെ വെല്ലാൻ ലോകത്ത് വേറെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലൈ മിറാജ് പോയി, 7 ആകാശത്തിന്റെ അപ്പുറത്തും പോയി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റും കൊടുന്നു. ലൗഹുൽ മഹ്ഫൂദ് നേരിട്ട് കണ്ടു. അർശ് കണ്ടു, കുർശ് കണ്ടു. അള്ളാനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂർ കൊണ്ട് മക്ക തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യം വിശ്വസിച്ച മനുഷ്യൻ ആരാണെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ അബൂബക്കറുൽ സിദ്ദീഖ്. അബൂബക്കറുൽ സിദ്ദീഖ്. അബൂബക്കറുൽ സിദ്ദീഖിന്റെ ഒറിജിനൽ പേരെന്താണ്? അബൂബക്കർ ബിൻ അബീ ഖുഹാഫ എന്നാണ്. അബൂബക്കർ ബിൻ അബീ ഖുഹാഫയാണ് അല്ലാഹുവിന്റെ റസൂൽ 7 ആകാശ അപ്പുറത്ത് പോയി സിദ്റത്തുൽ മുൻതഹ കണ്ടു, അർശ് കണ്ടു, കുർശ് കണ്ടു, നരകം കണ്ടു, സ്വർഗം കണ്ടു. അള്ളാരെ കണ്ട് നേരിട്ട് കണ്ട് സംഭാഷണം നടത്തി. ഞാനിതാ ഇപ്പൊ മക്കത്ത് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ തങ്ങൾ പറയുന്നത് വാസ്തവാണ്, അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ സിദ്ദീഖാണ് ഇന്ന് മുതൽ. അബൂബക്കർ ബിൻ അബീ ഖുഹാഫയല്ല, അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും വാസ്തവമാക്കുന്നവൻ എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ സമുദായത്തിന് സിദ്ദീഖുൽ അക്ബർ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കുകയില്ല. ഖാല റസൂലുള്ളാഹി അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചാൽ അബൂബക്കറാണ്. അവ്വലു മൻ സവ്വദനി അബൂബക്കർ, എനിക്ക് ആദ്യം വിവാഹം ചെയ്തു തന്നാൽ അബൂബക്കറാണ്. അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, എന്നെ ആദ്യം വാസ്തവപ്പെടുത്തിയാൽ അബൂബക്കറാണ്. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി. കണ്ട ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ, നബിയെ, എനിക്ക് വിശ്വാസമായി പറഞ്ഞു. പക്ഷെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലവർക്ക് ഒരു വിശ്വാസക്കേട്. എന്താണെന്നറിയോ? റസൂല് സ്വപ്നം കണ്ടതായിട്ട് ഞാനോ എങ്കിലോ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറിന്റെ ഉള്ളിൽ 7 ആകാശം. എന്താ അതിന്റെ മുമ്പന്റെ ഇവിടെ മക്കാർക്ക് വിശ്വസിക്കാൻ വയ്യാത്ത വേറൊരു കാര്യം ഏതാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോയത് മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. കണ്ടോ, സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കം വായിച്ചു നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. മോനെ ഓർക്കെ പറഞ്ഞോ, മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ഈ മൗലിദാഘോഷം നടത്തുന്നതിന്റെ മാക്സിമം വോൾട്ടേജ് പവർ എന്താണ്? റസൂലുള്ളാഹിയുടെ സലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്.
സലാത്തിന്റെ ശബ്ദം നമ്മുടെ സദസ്സിൽ നിന്ന് പ്രകമ്പനങ്ങൾ കൊള്ളിക്കുന്ന മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെള്ളിയാഴ്ച രാവി എന്റെ പേരിൽ ഒരാൾ സലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലുന്നവനെയും വ്യക്തിയെയും ഉരുവത്ത് അലയ്യാൽമാലുഹു എന്റെ മേൽ മലക്കുകൾ എടുത്ത് കാണിച്ചു തരും. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി സലാത്ത് മടക്കി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തെ പള്ളിയിൽ നിന്ന് പോകുന്ന ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഇസ്രായേലിന്റെ നടുക്കാണ്, ജെറുസലം പട്ടണത്തിലാണ്. അക്കാലത്ത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ 14 ദിവസം യാത്ര ചെയ്യണം കണ്ടിന്യൂവായിട്ട്. 14 ദിവസം കണ്ടിന്യൂവായി യാത്ര ചെയ്യേണ്ട മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകൻ ഒരു സെക്കൻഡ് സമയം കൊണ്ടെത്തി. അവിടെ മരിച്ചു കിടക്കുന്ന അമ്പിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ ആ യാത്രയിൽ റസൂലുള്ള സിയാറത്ത് നടത്തി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. മുഹമ്മദ് നബി എവിടേക്കാ പോണു മോനെ? ദുബായിലോട്ടല്ല. ഇപ്പൊ നമ്മുടെ ആത്മകഥ എഴുതും, ഞാൻ എഴുതും. എന്റെ ആത്മകഥ എഴുതുമ്പോൾ ഞാൻ എവിടേക്കാ സന്ദർശിച്ചത്? ദുബായ്, ഖത്തർ, അബുദാബി, സൗദി അറേബ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, അവിടെ ഇവിടെ എവിടെയെന്നൊക്കെ എഴുതും. നിങ്ങൾ എഴുതുമ്പോഴും അങ്ങനെ എഴുതും അല്ലേ? മാക്സിമം നീൽ ആംസ്ട്രോങ്ങിന്റെ ആ ഒരു ആത്മകഥ എഴുതുകയാണെങ്കിലോ അയാൾക്ക് പറയാനുള്ളത് ഞാൻ എവിടെയാ സന്ദർശിച്ചത്? ചന്ദ്രനിൽ പോയിട്ടുണ്ട്. നമുക്കത് എഴുതാൻ പറ്റൂല. എന്നാൽ മുഹമ്മദ് നബിയുടെ ആത്മകഥയോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു ആത്മകഥ രചിക്കാൻ ലോകത്തൊരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? 7 ആകാശവും സഞ്ചരിച്ചു അർശിന്റെ അടുത്തെത്തി സിദ്റത്തുൽ മുന്തക കടന്ന് അല്ലാഹുവിനെ കണ്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ. ഒരാത്മകഥയിൽ എഴുതിക്കൂടെ? മുഹമ്മദ് നബിയുടെ വാഹനത്തിന്റെ പേരെന്താണ് മോനെ? മെർസിഡീസ് ബെൻസോ, റോൾസ് റോയ്സോ, BMW അല്ല റസൂലുള്ള പോയ വാഹനം. മുഹമ്മദ് നബി പോയ വാഹനത്തിനോട് ഉപമിക്കാൻ ഉലകത്തിലൊരു വാഹനമേ ഇല്ല. ശബ്ദത്തിന്റെ 100 ഇരട്ടി വേഗതയുള്ള സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങളെ വെല്ലുന്ന വേഗത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയാണ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനം മക്കയിൽ നിന്നൊരു കാലങ്ങ് പൊക്കിയപ്പോ രണ്ടാമത്തെ കാല് വെച്ചത് 18 ദിവസത്തോളം യാത്ര ചെയ്യേണ്ട ജെറുസലം പട്ടണത്തിന്റെ നടുക്കാവുന്നു. അത്ര വലിയ സ്പീഡുള്ള വാഹനത്തിന്റെ മുകളിലാണ് റസൂലുള്ള യാത്ര ചെയ്തതെന്ന്. വൽ മിഅ്റാജ് സഫറുഹു, റസൂലുള്ളാന്റെ വാഹനമേ യാത്ര ഏതാണ്? വൽ മിഅ്റാജ് സഫറുഹു, മുഹമ്മദ് നബിയുടെ യാത്ര മിഅ്റാജാണ്. വൽ ബുറാഖ് മർകബുഹു, റസൂലുള്ളാന്റെ വാഹനം ഏതാണ്? ബുറാഖാണ്. ആത്മകഥയാ പറയുന്നത്. റസൂലുള്ളാന്റെ വാഹനം ബുറാഖ്, റസൂലുള്ളാന്റെ യാത്ര മിഅ്റാജ്. നമ്മുടെ യാത്ര അമേരിക്ക, ഹോങ്കോങ് അല്ലെങ്കിൽ ചന്ദ്രൻ, മാക്സിമം അവിടെ പോയി മാക്സിമം ചൊവ്വയിലേക്കും വരെ എത്തും. ചിലപ്പോ അതിനങ്ങേപ്പുറത്ത് കിടക്കുമോ? 4 ആകാശത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ അടുത്തേക്കെത്താൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉരുകി ഭസ്മമായി വീണു പോകുന്നു. 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 ആകാശത്തിന്റെ അപ്പുറത്ത് കടന്ന് പ്രപഞ്ചത്തിന്റെ അതിർത്തി വിട്ടുകിടന്നപ്പോ ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഉമ്മമാരെ ശ്രദ്ധിക്കുക, 7 ആകാശത്തിന്റെ അപ്പുറത്തങ്ങ് കടന്നപ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എന്നൊക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അള്ളാന്റെ റസൂലേ, ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ എനിക്ക് പെർമിഷനില്ല എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാ പറഞ്ഞു, ജിബ്രീൽ എന്തായി പറയണത്? ഇത് എവിടേക്കാ പോയിരിക്കണത്? അമേരിക്കയിലേക്കൊന്നല്ല, ഖത്തറിലേക്കോ ദുബായിലേക്കൊന്നല്ല, വഴി അറിയില്ല. എവിടെ ആരോടാ വഴി ചോദിക്കുക? ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എവിടെയാ വഴിയെന്ന് ചോദിച്ചു. ഇവിടെ വന്നിട്ട് ഈ സർക്കിളിൽ വെച്ച് 2 വട്ടം അവിടെ കിടന്ന് തിരിഞ്ഞു. കൊല്ലത്ത് സക്കാഫി എന്നോട് പറഞ്ഞു റൈറ്റ് തിരിഞ്ഞു. അവിടുന്ന് വന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആയി തോന്നുന്നു, റൈറ്റ് ലെഫ്റ്റ് ആയി തോന്നുന്നു, തിരിഞ്ഞു. വീണ്ടും കയറി ഒരു 2 വട്ടം. ഈ കൊല്ലം ജംഗ്ഷനിൽ മാത്രം ജാനകി ഇറങ്ങിപ്പോയി. എത്രയോ ആളുകളോട് ചോദിക്കാമല്ലോ എവിടേക്കാ വഴി, എവിടെയാ വാല് കിടക്കണത്. പക്ഷേ ഒരു ജീവജാലത്തിനും കടന്നു ചെല്ലാൻ അവകാശമില്ലാത്ത ജീവജാലങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലത്തെത്തിയപ്പോ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ പറയുന്നു, നബിയേ, ഇവിടുന്ന് അങ്ങേ പുറത്തൊരു ശക്തി എനിക്കില്ലല്ലോ.
ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനങ്ങൊരു പാദം വെച്ചാൽ ഞാൻ ഉരുകി ഭസ്മമായി പോകുമല്ലോ. അതുകൊണ്ട് തങ്ങൾ ഒറ്റയ്ക്ക് പോകണം. ആരെയാണെന്ന് സഹായത്തിന് വിളിക്കാന്ന് കേട്ടുകൊണ്ട് നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ ജിബ്രീലിനെ കാണാനില്ല. ജിബ്രീൽ അപ്രത്യക്ഷനായിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പേടിച്ചു വിറച്ചു നിൽക്കുമ്പോഴാ അനന്തതയിൽ നിന്നൊരു വിളി വന്നു പോവുകയാണ്. ഞാൻ അല്ലാഹുവാണ്, ഞാൻ തമ്പുരാനാണ്. പ്രവാചകരെ കടന്നു വരൂ, നിങ്ങൾ എന്റെ അടുത്താണ് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നു ചെന്നുവാര് ലോകത്തിന്റെ മേധാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കടന്നു ചെന്നു. അല്ലാഹുവിനെ നേരിട്ട് കണ്ടു, സംഭാഷണം നടത്തി. 50 വഖത്ത് നിസ്കാരം സമ്മാനവുമായി ഭൂമി ലോകത്തേക്ക് റസൂലുള്ള തിരിച്ചു വന്നു. ഇത്രയും വലിയൊരു സംഭവ. ആ യാത്രക്ക് പോകുമ്പോ മുഹമ്മദ് നബി ഒരു പണിയെടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. എന്ത് പണിയെടുത്തത്? നിങ്ങളിപ്പോ ഇവിടുന്ന് നിങ്ങളുടെ കൊല്ലത്തുണ്ട്, എന്റെ മുള്ളൂർക്കരയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പൊരുത്തൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു വിസ കിട്ടി. ആദ്യമായിട്ട് കിട്ടും കേട്ടോ, ഫ്രഷ് ആയിട്ട് ഒരുത്തന്റെ വിസ കിട്ടിയെന്ന് വെച്ചോ. ഒരു പണിക്ക് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് ദുബായിലേക്കോ ഖത്തറിലേക്കോ സൗദി അറേബ്യയിലേക്കോ കുവൈറ്റിലേക്കോ ബഹ്റൈനിലേക്കോ എവിടെ ആയിക്കോട്ടെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ വിസ കിട്ടിയാൽ അവൻ ആദ്യം പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വരും. എന്നിട്ട് ഒരിക്കൽ ഉസ്താദെ എനിക്കൊരു വിസ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്നാ യാത്ര ചെയ്യേണ്ടത്? ഒരു നല്ല ദിവസം, നഹസൊന്നും ഇല്ലാത്തൊരു ദിവസം കലണ്ടർ നോക്കി പറയാൻ പറയും. അപ്പൊ ഉസ്താദ് ഈ കലണ്ടറൊക്കെ നോക്കി ജൂമുൽ ഫലക്ക് അവിടെ മറിച്ച് നോക്കിയിട്ട് പറയാം, യാത്രക്ക് ഇപ്പൊ നല്ല ദിവസം തിങ്കളാഴ്ചയാ മോനെ, റസൂലുള്ള തിങ്കളാഴ്ച യാത്ര ചെയ്തത്. തിങ്കളാഴ്ച ടിക്കറ്റ് ഇല്ലല്ലോ ഉസ്താദേ. അപ്പൊ എന്നാ പിന്നെ ശനിയാഴ്ച ആയിക്കോട്ടെ. രണ്ടാമത്തെ ഏറ്റവും നല്ല ദിവസം ശനിയാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസ് എന്നതാണ്. അതുകൊണ്ടെന്നാ ശനിയായിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ഉസ്താദിന്റെ അടുത്തുനിന്ന് വന്ന് നല്ല ദിവസമൊക്കെ നോക്കി യാത്രക്ക് പുറപ്പെട്ട് ഇവൻ പോകുമ്പോ പള്ളിയിൽ ഉസ്താദ് പറയും, മോനെ ആ പോകുമ്പോ തട്ടാമലയിൽ അവിടുത്തെ ചെല്ലുമ്പോഴേ അവിടെ കാണുന്ന ഉപ്പാപ്പട ഖബറിന്റെ അടുത്ത് സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി എന്നൊരു ദുആ നടത്തി പൊക്കോട്ടോ മോനെ, അത് വളരെ ബർക്കത്താണെന്ന് പറയും. അത് പറയുമ്പോ ചിലർ പറയും, എന്തിനാ ഉസ്താദേ മരിച്ചേർക്കണോ ഒരടുത്ത് നമ്മളിപ്പോ വേറെ ഉണ്ടാക്കാൻ പോണേ, നമുക്ക് നേരെ അവിടെ അള്ളാഹു ചോദിച്ചോ പോരെ. ഹലോ ഉമ്മമാര് ശ്രദ്ധിക്കണം, നമുക്ക് നേരെ പഠിച്ചവനോട് ചോദിച്ചാ പോരെ. ഖുർആനതാ ഓതുകയാണ്, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളി നിങ്ങൾക്ക് ഞാൻ തരാം. അടാ കോട്ടക്കണക്കിനാ വരുന്നത് ഖുർആൻ. അപ്പോ ഈ ദുബായിലേക്ക് പോകുന്നവനോട് ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മോനെ നീ തട്ടാമലയിൽ പോയാൽ 300 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയൊരു മനുഷ്യന്റെ ജഡം നുരുമ്പാതെ കടന്ന അത്ഭുതമുള്ള ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് പോയി അവിടെ കിടക്കുന്ന മഹാത്മാവിനോട് സലാം പറഞ്ഞു. അത് ശിർക്കല്ല സഹോദരന്മാരെ, അത് ബിദിഅത്തല്ല, കുഫറല്ല, ലലാലത്തല്ല. അതിനാണ് ഞാൻ ഈ ചരിത്രം കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് വേണ്ടി പുറപ്പെട്ട് ആദ്യം പോയത് ബൈത്തുൽ മുഖദ്ദസിലാ. ബൈത്തുൽ മുഖദ്ദസ് എവിടെയാണ്? ജെറുസലം പട്ടണത്തിലാണ്, ഇസ്രായേലിന്റെ നടുക്കാണ്. ആ നടുക്ക് കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിൽ റസൂലുള്ള എന്തിനു പോയി? മക്കത്തെ പള്ളിയുടെ പകുതി സേട്ടതയല്ലേ ഉള്ളൂ ബൈത്തുൽ മുഖദ്ദസിന്. മക്കത്തെ പള്ളി നിസ്കരിച്ചാൽ 1 ലക്ഷത്തിന്റെ കൂലിയാണ്. ബൈത്തുൽ മുഖദ്ദസിലായാലോ 75,000 മദീനത്തെ പള്ളിയിലായാലോ 50,000. ലോകത്തുള്ള പള്ളികളിൽ 3 പള്ളികൾക്ക് മാത്രമാണ് പവിത്രതയുള്ളത്. വേറെ തട്ടാമലയിൽ നിസ്കരിച്ചാലോ, കൊല്ലത്ത് നിസ്കരിച്ചാലും, ജോനകപ്പുറത്ത് നിസ്കരിച്ചാലോ, ആലപ്പുഴയിൽ നിസ്കരിച്ചാലോ, തൃശൂരിൽ നിസ്കരിച്ചാലോ, ഡൽഹി ജുമാ മസ്ജിദിൽ നിസ്കരിച്ചാലോ, സാക്ഷാൽ ബാബരി പള്ളിയിൽ നിസ്കരിച്ചാലോ പ്രതിഫലം തുല്യത തന്നെ. പക്ഷേ ലാ തുശുദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത മസാജിദ്, 3 പള്ളികളിൽ വ്യത്യസ്തമായ പ്രതിഫലമുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. ബൈത്തുൽ മുഖദ്ദസിൽ 75,000, മദീനത്തെ മസ്ജിദുൻ നബവിയിൽ 50,000. ബാക്കിയുള്ള ഏത് പള്ളിയിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും തുല്യ പ്രതിഫലം തന്നെ.
എന്നാൽ 1,00,000 റക്അത്ത് പ്രതിഫലമുള്ള മക്കത്തെ പള്ളിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് റസൂലുള്ളാഹിനെ വിളിച്ചുണർത്തിയിട്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറ്റിയിട്ട് നേരെ കൊണ്ടുപോയി ഇറക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. എന്തിനാ റസൂലുള്ളാഹിനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയത്? നിസ്കരിക്കാനല്ല. കാരണം നിസ്കരിക്കുകയാണെങ്കിൽ മക്ക തന്നെ പോരെ. നേരെ അള്ളാഹിനെ കാണാൻ റൂട്ട് വെച്ചു പോയതുമല്ല, നേരെ മക്കത്തുനിന്ന് അങ്ങ് പോകാറുന്നില്ല ആകാശത്തേക്ക്. ബൈത്തുൽ മുഖദ്ദസിൽ കൂടെ പോകണം. എന്താണ് ഇത്ര പിടിവാശി? റസൂലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ ചെയ്ത പ്രവർത്തനം എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അവിടെ മരണപ്പെട്ട് കിടക്കുന്ന അമ്പിയാക്കളുടെ സകല ഖബറുകളും റസൂലുള്ള സിയാറത്ത് നടത്തി. ബുഖാരി മരിച്ചു നോക്ക്, നിങ്ങൾക്ക് കാണാം. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വന്ന പ്രവാചകനായ ഈസാ നബി, അതിന്റെയും 500 കൊല്ലം മുമ്പ് വന്ന ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുത്ത് റസൂലുള്ള വന്നു. മൂസാ നബിയെ ഖബറടക്കം ചെയ്തിരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. നിരവധി അമ്പിയാക്കളുടെ ഖബർ ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയ പ്രവാചകനാരാ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. ആ സുലൈമാൻ നബിയുടെ ഖബറും മഖ്ബറയും ബൈത്തുൽ മുഖദ്ദസിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ യഹൂദികൾ സുലൈമാൻ നബിയുടെ ഖബർ ഈ അടുത്ത കാലത്ത് ബുൾഡോസർ വെച്ച് നിരത്തിക്കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കുബ്ബ പൊളിച്ചു കളഞ്ഞു. നിരവധി അമ്പിയാക്കളുടെ മീസാങ്കല്ല് പൊളിക്കിക്കളഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ അവിടെ ഉണ്ടായിരുന്നു. യഹൂദികൾ അത് നീക്കം ചെയ്ത് കളഞ്ഞു. നിരവധി അമ്പിയാക്കളുടെ ഖബറുകൾ യഹൂദികൾ പൊളിച്ചു കളഞ്ഞു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പുറപ്പെട്ട് മൂസാ നബിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നു. റസൂലുള്ള പറയാണ്, ഞാൻ മൂസാ നബിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു സലാം അങ്ങ് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ കലീമുല്ലാഹി മൂസാ. മൂസാ നബിയെ, അള്ളാഹുവിന്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഖബറിന്റെ അടുത്ത് ഞാൻ മൂസാ നബിക്കൊരു സലാം പറഞ്ഞപ്പോ അള്ളാഹു തആല മൂസാ നബിയെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിൽ കാണുന്ന പോലെ ഖബറിന്റെ അകത്തുനിന്ന് മൂസാ നബി എന്റെ മുമ്പിൽ എങ്ങനെ റസൂലുള്ള പറഞ്ഞത് കണ്ടോ? റഅയ്തു മൂസാ, മൂസാ നബിനെ ഞാൻ കണ്ടത് എങ്ങനെയാണ്? വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് ഖബറിൽ നിസ്കരിക്കുന്നു. ഞാൻ ചെന്ന മൂസാ നബിക്കൊരു സലാം പറഞ്ഞപ്പോ 1000 ചില്ലാനം കൊല്ലം മുമ്പ് മരിച്ചുപോയ ശരീരമൊക്കെ നുരുമ്പിപ്പോയി എന്ന് വിശ്വസിക്കുന്നവരെ മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നതായി അള്ളാഹ് എനിക്ക് കാണിച്ചു തന്നു. ആരാ പറയുന്നത്? നുണ പറയൂല റസൂലുള്ള. ആരാ പറഞ്ഞത്? അബൂജാഹിൽ പറയുന്നു, മുഹമ്മദ് നുണ പറയൂല, അൽ അമീനാണ്. ഒരിക്കലും നുണ പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖബറിൽ കിടക്കുന്ന മൂസാ നബി നിസ്കരിക്കുന്നു. അതുകൊണ്ട് മൂസാ നബിയോട് വല്ലാതെ സംസാരിക്കാൻ പറ്റിയില്ല. നിസ്കരിക്കുന്ന മനുഷ്യനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അള്ളാഹുവിനെ കണ്ട് 50 വഖത്ത് നിസ്കാരം അള്ളാഹു തആല കൊടുത്ത് സന്തോഷത്തോടെ റസൂലുള്ള വരിക. ഈ 50 വഖത്ത് കിട്ടിയാലോ, കൂടുതൽ നിസ്കരിക്കാലോ വെച്ചിട്ട്. നമ്മളെ പോലെയല്ല മോനെ. ഈ മൂസാ നബി ഇല്ലെങ്കിണ്ടല്ലോ നമ്മുടെ കാര്യം കഞ്ഞിയായിരുന്നു കേട്ടോ. എന്താണോ? 4 ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാം കയറി ചെന്നു. എവിടെ? മിനിറ്റുകൾക്ക് മുമ്പ് ഖബറിൽ കിടന്ന് നിസ്കരിച്ചിരുന്ന കലീമുല്ലാഹി മൂസ മെഹ്റാജിന്റെ രാത്രി അള്ളാനെ കണ്ട് തിരിച്ച് 4-ാം ആകാശത്തെത്തിയപ്പോ 4-ാമത്തെ ആകാശത്തിലതാ ആരെ കാത്തു നിൽക്കുന്നു? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നോർക്കെ പറഞ്ഞോ, മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നോർക്കെ പറഞ്ഞോ, കലീമുല്ലാഹി മൂസ. അതാ ഇസ്ലാം മതത്തിന്റെ പ്രത്യേകത. നമ്മുടെ സഹോദരന്മാർ, ക്രിസ്ത്യാനികൾ സഹോദരന്മാർ ഇവിടെ വല്ലേക്കുന്നുണ്ട് അല്ലേ? ക്രിസ്ത്യാനികളുടെ പ്രവാചകനായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാലും ഈസാ നബി എന്ന് പറഞ്ഞാലും ഒന്നെ. പക്ഷെ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ചില വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഖുർആൻ പറഞ്ഞു, ഈസാ നബിനെ കൊന്നിട്ടില്ല, കുരിശ് തറച്ചിട്ടില്ല. പിന്നെ ആരെ കൊന്നത്? വലാകിൻ ശുബ്ബിഹ ലഹു. അവിടെ ഒരു കൺഫ്യൂഷൻസ് ഉടലെടുത്തിട്ടുണ്ട്. ഈസാ നബിയെ ഒറ്റിക്കൊടുത്ത വ്യക്തിക്ക് ഈസായുടെ രൂപം നൽകപ്പെടുകയോ അയാളെ കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈസാ നബിനെ കൊന്നൂന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്കാകില്ല. അത്ര പരമമായ വിശ്വാസം ലോകത്ത് വെച്ച് പുലർത്തുന്നവരാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് ലോകത്തുള്ള മുസ്ലിങ്ങൾ. കണ്ടോ, ഇവിടെ ക്രിസ്ത്യാനികളെ നമ്മുടെ സഹോദരന്മാരും ആലേ കണ്ടെങ്കിൽ നിങ്ങൾ നേരെ എത്ര വട്ടം
യേശു ക്രിസ്തു, ജീസസ്, യേശു ക്രിസ്തു, ജീസസ്, ഈസ എന്ന് പറഞ്ഞാൽ ഒരനക്കം ഉണ്ടാവില്ല. ഇപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ കണ്ട നമ്മൾ കത്തയച്ചു നിങ്ങൾക്ക്. ഞാൻ മുള്ളൂക്കരെന്ന് വരുമ്പോൾ ടെലിഫോൺ വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ വന്ന ഈ യേശു ക്രിസ്തുവിന്റെ പേര് പറയും, നിങ്ങളൊക്കെ അലൈഹിസ്സലാം പറയണം കേട്ടോ, നമുക്കൊരു അണ്ടർസ്റ്റാൻഡ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഇല്ലോ. ഇസ്ലാം മതത്തിൽ അങ്ങനെ പരിപാടിയില്ല പോലെ. യഹൂദികളുടെ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. അടാ ആ യഹൂദികളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ മുഹമ്മദ് 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 നേരെ നമ്മൾ തഞ്ചോളം പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ യഹൂദികളുടെ പ്രവാചകനാണെന്ന് വെച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് വിവേചനമില്ല, പാർശ്വാലിറ്റി ഇല്ല. മുസ്ലിം മതത്തിന്റെ പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. ബൈബിളിൽ പറയുന്ന മോശയാണ് കലീമുല്ലാഹി മൂസ. പേര് കേട്ടപ്പ പറഞ്ഞു അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ രക്ഷ മഹാനുഭാവനിൽ ഉണ്ടാവട്ടെ. അതാണ് അതിന്റെ അർത്ഥം. അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രക്ഷയും കടാക്ഷവും ആ മഹാനുഭാവനിൽ നിത്യമായി വർഷിക്കട്ടെ. ഇങ്ങനെ എല്ലാ നബിമാരുടെ പേര് കേട്ടാലും പറയൂ. ബഹുമാനപ്പെട്ട ഹിന്ദുക്കളുടെ പ്രവാചകൻ ആരാ മോനെ? ആരാ? ലോകത്തുള്ള എല്ലാ മതക്കാരും അമ്പിയാക്കളുടെ ജനതയാണ്, ഒരാളും വെച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും നാഷണൽ ഹൈവേന്ന് ചിലർ പഞ്ചായത്ത് റോട്ടിൽ കൂടെ പോയി, ചിലർ കട്ട് റോട്ടിൽ കൂടെ പോയി, ചിലർ ബ്ലോക്ക് റോട്ടിൽ കൂടെ പോയി. അങ്ങനെ റോഡ് അവസാനം പോയി ചെല്ലുന്നത് എന്നത്തിലേക്ക് വന്നു ചേരും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. കണ്ടാ നമ്മുടെ ഹിന്ദു സഹോദരന്മാരുണ്ടല്ലോ, അവരാരാ? ഒരു നബിയുടെ ജനതയെ പോലെ. ഭാരതത്തിൽ ആദ്യമായി മനുഷ്യവാസമുണ്ടായത് സിന്ധു നദീ തീരത്താണ്, അറിയാലോ. സിന്ധു നദീ തീരത്ത് വന്നത് ആര്യന്മാരാണ്. അവിടെ കുടിയേറിപ്പാർത്തവർ വന്നത് പേർഷ്യയിൽ നിന്നാണ്. അവരുടെ ഭാഷ പേർഷ്യൻ ഭാഷയായിരുന്നു, ഹിന്ദി ആയിരുന്നില്ല കേട്ടോ. സിന്ധു നദീ തീരത്ത് താമസിച്ചിരുന്ന ജനതയുടെ ഭാഷ പേർഷ്യയായിരുന്നു. അവർ ഇറാഖിൽ നിന്ന് വന്നവരാണ്, മധ്യേഷ്യയിൽ നിന്ന്. ഇറാഖിൽ ജീവിച്ചിരുന്ന പ്രവാചകനാരാണ്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. ആണോ? ഇബ്രാഹിം നബിയുടെ ജനതയാണ് ഹിന്ദുക്കൾ എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിഷേധിക്കേണ്ടതില്ല. കാരണം ഇബ്രാഹിം പ്രവാചകനാണ് ലോകത്ത് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കപ്പെട്ട പ്രവാചകൻ. ലോകത്തൊരൊറ്റ പള്ളിയിൽ മാത്രമേ പ്രദക്ഷിണുള്ളൂ. എവിടെ? മക്കത്ത് മാത്രം. കണ്ടാ, മക്കത്തെ പള്ളി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? കാബ ഒരു ഭവനാണല്ലോ, പള്ളിയാണല്ലോ കാബ. കാബ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാന. ഭൂമിയിൽ മനുഷ്യൻ ആരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല ആദ്യം നിർമ്മിക്കപ്പെട്ടത് കാബയാണ്. ആ കാബത്തിന്റെ അടുത്ത് പോയാൽ നിസ്കരിക്കുന്നതിനേക്കാൾ അവർ തവാഫ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ. 7 വട്ടം കാബനെ പ്രദക്ഷിണം വെക്കണം. എങ്ങനെ പ്രദക്ഷിണം വെക്കണം? മോനെ ഇങ്ങോട്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോയ ആളുകൾ ആദ്യത്തെ 3 തവാഫ് ചെയ്യുമ്പോ കയ്യിൽ കിടക്കുന്ന മുണ്ട് പൂനൂലിട്ട പോലെ ഒരു ചുമൽ ഒഴിവാക്കി മറ്റേ ചുമലിന്റെ ഇടയിലൂടെ ഇട്ടിട്ട് വേണം തവാഫ് ചെയ്യാൻ. ഇതിന് അറബിയിൽ ഇൽത്തിബാ എന്നാണ് പറയാ. ഈ പൂനൂൽ തവാഫ് ഇബ്രാഹിമിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ന് എവിടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രദക്ഷിണമുണ്ടോ അതൊരർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരാൾ എഴുതിയത് ഇബ്രാഹിം എന്ന പേരുണ്ടായത് അബ്രഹാമിൽ നിന്നാണ്. ഇബ്രാഹിം അറബിയല്ല എന്ന് പണ്ഡിതന്മാർക്കറിയാം. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല, അത് പേർഷ്യൻ ഭാഷയാണ്. ഇബ്രാഹിം എന്ന പേരുണ്ടായത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാം എന്ന പേരുണ്ടായത് ബ്രഹ്മണ എന്നതിൽ നിന്നാണ്. അതുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ പിതാവാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. യഹൂദികൾ പറയുന്നു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. നമ്മളും പറയുള്ളൂ ഞങ്ങളും അബ്രഹാമിന്റെ ആൾക്കാരാണ്. ഹിന്ദുക്കളും പറയുള്ളൂ ഞങ്ങളും അതേലേ. അപ്പൊ നമ്മുടെ വാപ്പയ്ക്ക് ഒന്നാം മോന്. എന്തിനായി കലാപം? എന്തിനായി കണ്ണൂരിൽ കൊലവിളി നടത്തുന്നത്? എന്തിനായി രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? പിതാക്കന്മാരുടെ പിതാക്കൾ ഒന്നല്ലേ? ലോകത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? മാകാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസറാനിയ്യൻ. ഇബ്രാഹിം നബി നായരുമല്ല, നമ്പൂരിയല്ല, നസറാനിയല്ല. നിങ്ങൾ പറയുന്ന ആരുമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ഏകദൈവ വിശ്വാസിയായ യഥാർത്ഥ ഭക്തനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭക്തനായതുകൊണ്ടാണ് ക്രിസ്ത്യാനി പറയുന്നു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, യഹൂദികൾ പറയുന്നു അബ്രഹാമിന്റെ സന്തതികളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിന്റെ പരമ്പരയാണ് അറബികളുടെ പരമ്പര. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖിന്റെ പരമ്പരയിൽ നിന്നാണ് യഹൂദികളും ക്രിസ്ത്യാനികളും ഉടലെടുക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവര്, അപ്പൊ പ്രവാചകന്മാരുടെ ജനതയല്ലാതെ ലോകത്തൊരു ജനതയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ ഇബ്രാഹിം നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു അലൈഹിസ്സലാം. ഇത് ഇസ്ലാമിന്റെ പ്രത്യേക വിശ്വാസമാണ്. കാരണം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, ഒരു നബിമാരുടെ ഇടയിലും വിട്ടുവീഴ്ച പാടില്ല. ഒരാൾ പറഞ്ഞു ഞാൻ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കും, പക്ഷേ യഹൂദികളുടെ പ്രവാചകനായ മൂസാ നബിനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടെ മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കണോ, ഈസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കണോ, ആദം നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയോ മൊത്തത്തിൽ അംഗീകരിക്കുമ്പോഴേ അവൻ മുസ്ലിമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്ലാം മതം പറയുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നാലാനാകാശത്ത് റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. എന്തേ മൂസാ നബി തന്നെ അവിടെ വന്ന് നിൽക്കാം? മൂസാ നബിനേക്കാ വലിയ നബിയില്ല, ഉണ്ടല്ലോ. മൂസാ നബിയേക്കാൾ മുഅ്ജിസത്ത് കൊടുത്ത പ്രവാചകൻ വേറെയില്ല, ഉണ്ടല്ലോ. എന്തേ അവരൊന്നും നാലാനാകാശത്ത് റസൂലുള്ളാഹിനെ കാത്തു നിൽക്കാനത്? റസൂലുള്ള പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തു. ആ സമയത്ത് മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നു. ദുബായിലോട്ട് പോകുമ്പോ, ഖത്തറിലോട്ട് പോകുമ്പോ, സൗദി അറേബ്യയിലേക്ക് പോകുമ്പോ തട്ടാമലയിലെ ഖബർ സിയാറത്ത് ചെയ്താൽ എന്ത് കിട്ടും പ്രതിഫലം? സിയാറത്ത് ചെയ്ത മനുഷ്യനായ യാത്രയിൽ ആ സിയാറത്ത് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ട് തന്നെ അല്ലാഹു സഹായം നൽകുന്നു. മൂസാ നബിയുടെ പൊരുത്തം വാങ്ങി അവിടുത്തെ ഖബറും സിയാറത്ത് ചെയ്തു പോയ റസൂലുള്ളാഹി തങ്ങള് 50 വഖത്ത് നിസ്കാരം വാങ്ങി സന്തോഷത്തോടെ മടങ്ങി വരുമ്പോ നാലാനാകാശത്ത് നിന്ന് മൂസാ നബി പറയുന്നത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയോ, നിങ്ങളുടെ ഉമ്മത്തിമാർ സാധുക്കളാണ്, അവർ അനാരോഗ്യമുള്ളവരാണ്, അവർ അതേ രോഗികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 50 വഖത്ത് നിസ്കാരം കൊണ്ടുപോയാൽ നിങ്ങളുടെ സമുദായം കഷ്ടത്തിലാകും. അതുകൊണ്ട് വേഗം അല്ലാഹുവിലേക്ക് ചെന്നിട്ട് ഇതിലൊരു ഡിസ്കൗണ്ട് വാങ്ങിക്കൂ. ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തിയാരാ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. ഉറക്കെ ചൊല്ലിക്കോ. എന്താ കാര്യം എന്നറിയോ? ആ മൂസാ നബിയോട് മോനെ താങ്ക് യു വെരി മച്ച് എന്നൊന്നും പറഞ്ഞാൽ പോരാ. ശുക്രൻ ജസീലൻ ദായിമൻ അബദൻ. കാരണം എന്താണെന്നറിയോ? 50 വഖത്ത് നിസ്കാരം ഒന്ന് സങ്കല്പിച്ചോക്കാം. 50 വഖത്ത് നിസ്കാരം 24 മണിക്കൂറിന്റെ ഉള്ളിൽ 50 വഖത്തൊന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പള്ളിയിൽ വന്ന് വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ആ വിളിച്ച മുഖ്ലിക്ക പിന്നെയും പങ്ക് അല്ലാഹു അക്ബർ. 5 വഖത്ത് നിസ്കരിച്ചിട്ടാണ് ഓരോരുത്തർ കൂരവേദന അല്ലേ? ഒരു ചില തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കണ്ടില്ല. എന്റെ ചങ്ങാതി ചോദിച്ചു, എന്റെ പൊന്നാരോ ഉസ്താദേ 20 റക്അത്ത് തറാവീഹ്, ഒരു 3 റക്അത്ത് വിത്തർ 23, 4 റക്അത്ത് ഇശ 27, മുമ്പ് 2 29, ശേഷം 2 31, ഒരൊറ്റ അടിക്ക് 31 റക്അത്തിന് നീച്ച് പൊന്തിയപ്പോഴേ പിന്നെ നിൽക്കാൻ പറ്റില്ല. ഡിസ്ക് തെറ്റി ഉസ്താദ് എന്നാ പറഞ്ഞ്. ഇതുകൊണ്ട് ഡിസ്ക് തെറ്റിയതല്ലോ, പണ്ടെന്നെ തെറ്റിയിരിക്കണതൊന്ന് ഇളകിയപ്പോൾ ആ പ്രശ്നം പെയിൻ വന്നത്. ശരിക്കും 4 ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് തറാവീഹ് നിസ്കരിച്ചിറങ്ങി അത് ശരിക്കും കറക്റ്റ് ആ പൊസിഷനിലേക്കാണ് വീഴുമായിരുന്നു. അതാണ് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ സംഭവിച്ചു പോകുന്നത്, ഒരു 31 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് വിഷമല്ല പോലെ. എന്നാൽ ദിവസത്തിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 50 വഖത്ത് 50 ഷെഡ്യൂൾഡ് ടൈം നിസ്കാരം അല്ലാഹു വാജിബാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? കലീമുല്ലാഹി മൂസാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ പോണം നബിയെ, അള്ളാഹുടെ അടുത്തേക്ക് പോകും, അള്ളാഹ് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറാണ്. റസൂലിനെ പോയി അറിയാലോ, ഞങ്ങൾ 9 പ്രാവശ്യം പോയി 45 കെട്ടിയിട്ടു. 5 വഖത്ത് ആയിട്ട് തിരിച്ചു വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം, ഇതൊരു സ്നേഹ മൂസാ നബിയോട് എന്നറിയോ നിങ്ങൾക്ക്? ആ മൂസാ നബി അവിടെ തന്നെ നിൽക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല മുഹമ്മദ് നബിയെ, ഈ 5 വഖത്തും കൂടെ സമയം നിങ്ങളെ ആൾക്കാർക്ക് പറ്റുമോ ചോദിച്ചു അല്ലേ? അപ്പോ മൂസാ നബി പറഞ്ഞു,
നിങ്ങൾ അള്ളാടെ തൊന്നൂണി പോയി 2 3 ആക്കി കിട്ടിയാച്ചാലോ ചിലപ്പോ. അത് മൂസാ നബി പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ചില വേലന്മാർ ഇറങ്ങിയിട്ട് നിസ്കാരം 3 ആണ് 2 ആണ് എന്ന് തീരയ്യ തന്നെയാണ് പറഞ്ഞാൾ. അതോ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഖിമിസ്വലാത്ത് തർവയിന്നഹാരി വസുൽഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. എന്തിനും ആയത്തു ഹദീസ് തന്നെയാ കൊണ്ടുവരുന്നത്. ഒരു മൗലവി ഓതിയില്ലേ അഖിമിസ്വലാത്ത് തർവയിന്നഹാരി